അതിനുശേഷം അദ്ദേഹത്തെ അധ്യക്ഷന്റെ കസേരയിലേക്ക് ആനയിക്കുന്നത് മുഖ്യമായും രണ്ടുപേർ ചേർന്നാണ്. ഒന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ്, മറ്റൊന്ന് ആചാര്യ കൃപലാനി. ഇവർ രണ്ടുപേരും ചേർന്നാണ് രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ സമയത്ത് ഭരണഘടനാ അസംബ്ലിയിൽ മുഴങ്ങിക്കേട്ട രണ്ട് മുദ്രാവാക്യങ്ങൾ, അതിലൊന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്നതാണ്, മറ്റൊന്ന് ജയ് ഹിന്ദ് എന്നതാണ്. ഇൻകുലാബ് സിന്ദാബാദ് നിങ്ങൾക്കറിയാം, മൗലാന ഹസരത്ത് മൊഹാനി രൂപം നൽകിയ ഒരു മുദ്രാവാക്യമാണ്. മൗലാന ഹസരത്ത് മൊഹാനിക്ക് വലിയൊരു പ്രാധാന്യം മറ്റൊരു നിലയ്ക്കുള്ളത് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് മൊഹാനിയാണ്. അദ്ദേഹവും അതുപോലെ സ്വാമി രാജാനന്ദയും ചേർന്നാണ് അന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം അഹമ്മദാബാദ് കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത്. അന്ന് അത് അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല. പിന്നീട് 1930 പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തിലേക്ക് ദേശീയ പ്രസ്ഥാനം എത്തിച്ചേരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗതിപരിണാമങ്ങൾ 46 ഭരണഘടനാ അസംബ്ലിയായും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യപ്രാപ്തിയായും ജനുവരി 26 റിപ്പബ്ലിക്കിന്റെ സ്ഥാപനമായും ഒക്കെ മാറിത്തീരുകയും ചെയ്തു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാകട്ടെ ഒന്നാം ലോക യുദ്ധകാലത്ത് ചെമ്പകരാമൻ പിള്ളയാണ്. ചെമ്പകരാമൻ പിള്ളയിൽ നിന്നാണ് ഈ ആശയം INA ഏറ്റെടുക്കുകയും സുഭാഷ് ബോസിന് വളരെ പ്രിയപ്പെട്ട ഒരു മുദ്രാവാക്യമായി തീർന്ന് 40കളിൽ ഇന്ത്യൻ ദേശീയ ചക്രവാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നായി ജയ് ഹിന്ദ് മാറിത്തീരുകയും ചെയ്തു. ഇത് പിന്നീട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുടനീളം പടർന്നു പിടിച്ച രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളായി ഇവ രണ്ടും മാറിത്തീരുകയും ചെയ്തു. ഞാനിത് പറഞ്ഞു തുടങ്ങാൻ കാരണം വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിനിധാനം ചെയ്യപ്പെട്ട മൂല്യങ്ങൾ എന്ത് എന്നതിനെ കുറിച്ചുകൂടിയുള്ള ചില സൂചനകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ പ്രബലമായിരുന്ന ആശയാവലികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചുള്ള വീക്ഷണഗതികൾ പടിപടിയായി ശക്തിപ്പെട്ടു വരുന്നത് നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ കാണാൻ കഴിയും. കാരണം ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണ ചരിത്രം വിശദമായി പരിശോധിച്ച ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, AR ദേശായി എന്ന സാമൂഹ്യ ചിന്തകൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന കൃതിയിൽ 4-5 ഘട്ടങ്ങളായി ഇന്ത്യൻ ദേശീയതയുടെ പരിണാമ ചരിത്രത്തെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയതായി നിലവിൽ വന്ന സർവകലാശാലകളിലും കലാലയങ്ങളിലുമായി വിദ്യാഭ്യാസം നേടി ആധുനികമായ രാഷ്ട്രീയ ആശയങ്ങളുമായി പരിചയപ്പെട്ട ഇന്ത്യൻ മധ്യവർഗത്തിന്റെ സാമൂഹ്യ ഭാവനയിലാണ് ദേശീയത ആദ്യമായി ഉടലെടുക്കുന്നത് എന്ന് ദേശായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാകട്ടെ സവിശേഷമായ ഒരു ഭൗതിക അടിസ്ഥാനമൊന്നും അക്കാലത്തില്ലായിരുന്നു. ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗം തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വവുമായി ദേശീയത എന്ന ആശയത്തെ ബന്ധിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ തങ്ങൾ ആർജിക്കുന്ന പുതിയ സാമൂഹിക ധാരണ എന്ന നിലയിലാണ് ഇന്ത്യൻ ഉപരിവർഗവും മധ്യവർഗവും ദേശീയതയുമായി ആദ്യം ബന്ധിപ്പിക്കപ്പെടുന്നു. പിന്നീട് 20ാം നൂറ്റാണ്ടിലേക്കുള്ള പരിവർത്തന സന്ദർഭത്തിൽ ഇന്ത്യയിലെ സവിശേഷമായ ഒരു സാമൂഹ്യ വിഭാഗം ദേശീയത എന്ന ആശയത്തെ തങ്ങളുടെ ദൈനംദിന ജീവിത ആവിഷ്കാരങ്ങളുമായി കൂട്ടിയിണക്കുന്നു. അത് ഇന്ത്യയിലെ വാണിജ്യ ബൂർഷ്വാസിയാണ്. ഇന്ത്യയിലെ കച്ചവട വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പുതിയ മുതലാളി വർഗം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ നികുതി നയങ്ങളെ ചൊല്ലി ബ്രിട്ടീഷ് ഗവൺമെന്റുമായി സംഘർഷത്തിലാകുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയം ഇന്ത്യയിലെ കച്ചവട മുതലാളിത്തത്തിന് അനുഗുണമല്ലാത്തതുകൊണ്ട് തദ്ദേശീയമായ മുതലാളിത്തത്തിന്റെ ആവശ്യങ്ങൾക്കിണങ്ങുന്ന മട്ടിൽ ദേശീയത എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗം ഇന്ത്യയിൽ ആദ്യം രൂപപ്പെടുന്നത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനവും 20ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിലും ഒക്കെയാണ്. ഈ രണ്ട് ഘട്ടങ്ങൾക്കുമുള്ള മൗലികമായ പരാധീനത, ഈ രണ്ട് ഘട്ടങ്ങളിലും ദേശീയത എന്നത് ഏറെക്കുറെ ഒരു അമൂർത്തമായ ആശയമോ അല്ലെങ്കിൽ അതിന്യൂനപക്ഷം വരുന്ന ഇന്ത്യൻ ജനവിഭാഗത്തിലെ ചിലരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ ആണ് എന്നതാണ്. ഇവിടെ നിന്ന് വിപുലമായ ഒരു ജനകീയ ഉള്ളടക്കത്തിലേക്ക് ദേശീയതാ സങ്കല്പം പരിണമിക്കുന്നത്
സ്വദേശി പ്രസ്ഥാനത്തോടെയാണ്. അതിന് തീപിടിപ്പിച്ചത് 905 ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനവും അതുണ്ടാക്കിയ രോഷവും ഇന്ത്യയിലെമ്പാടും പടർന്നു പിടിക്കുകയും 910 ആവുമ്പോഴേക്കും സ്വദേശി പ്രസ്ഥാനം വഴി ഇന്ത്യയിൽ ഉടനീളം പടർന്നു പിടിക്കുന്ന കീഴ്ത്തട്ടിൽ വേരുള്ള ജനകീയമായ വികാരങ്ങൾ അലയടിക്കുന്ന ഒരാശയമായി ദേശീയത എന്നത് മാറിത്തീർന്നു. ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയതയുടെ ആദ്യത്തെ ജനകീയ ആവിഷ്കാര സന്ദർഭമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയാം. പക്ഷെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന് ജനകീയമായ ഒരു ഉള്ളടക്കം ദേശീയ ഭാവനയ്ക്ക് അതുവഴി കൈവന്നു എന്നിരിക്കലും അടിസ്ഥാനപരമായ ഒരു പരാധീനത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ പരാധീനതയ്ക്ക് ഇന്നും ഇന്ത്യയിൽ തുടർച്ചയുണ്ട്. ആ പരാധീനത അത് ദേശീയതയെ മതവുമായി ബന്ധിപ്പിച്ചാണ് കണ്ടത് എന്നതാണ്. ബാലഗംഗാധര തിലകനായിരുന്നു അതിന്റെ സമുന്നതനായ നേതാവ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ദേശീയത എന്ന ആശയത്തെ നേരത്തെ ഇവിടെ ഗോപി ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന ഏക യുക്തിയിലേക്ക് ചുരുക്കുകയും സാമൂഹിക നവീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ദേശീയ സ്വാതന്ത്ര്യത്തിനെതിരായത് കൊണ്ട് നീട്ടിവെക്കേണ്ടതാണെന്നോ ഉപേക്ഷിക്കേണ്ടതാണെന്നോ ഉള്ള നിലപാടെടുക്കുകയും ചെയ്തു. അദ്ദേഹം ബാലികാ വിവാഹത്തിനെതിരായ സമരത്തെ എതിർത്ത ആളാണ്. വിധവാ വിവാഹം എന്ന ആശയത്തെ എതിർത്താണ്. അയിത്തത്തിനെതിരായ സമരങ്ങളെ നിരസിച്ച ആളാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആധുനികമായ മൂല്യത്തെ ഉൾക്കൊള്ളുന്ന ഒന്നും തന്നെ തിലകന്റെ കായിക പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല, ബ്രിട്ടീഷ് വിരുദ്ധതയൊഴികെ. അതുകൊണ്ട് തന്നെ ആ കാലത്ത് രൂപപ്പെട്ട എല്ലാ സാമൂഹിക നവീകരണ ശ്രമങ്ങളുടെയും വിപരീത സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു നേതൃബിംബമായി തിലകൻ മാറുന്നു. 20കൾ വരെ വാസ്തവത്തിൽ തിലകനാണ് ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും വലിയ പ്രതീകം. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സ്വരാജ്യം ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിന് തിലകൻ പ്രേരണയായി എന്ന് ആരോപിക്കപ്പെടുന്നത്, അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുന്നത്, ആൻഡമാൻ ജയിലിലേക്ക് പോകുന്നത്, ഗീതാരഹസ്യം എഴുതുന്നത് ഒക്കെ ഈ കാലത്താണ്. ഇങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കൊരാളല്ല. 910-20 കാലത്തെ ഇന്ത്യൻ ദേശീയ നേതാക്കളെ ഉടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഏറിയും കുറഞ്ഞും അവരിലുടനീളം ഹൈന്ദവമായ ഒരു മതാത്മക യുക്തി അവരുടെ ദേശീയ ഭാവനയുടെ അടിപ്പടവിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അത് ലാലാ ലജ്പത് റായ് ആകാം, അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ ആകാം, അല്ലെങ്കിൽ അരവിന്ദ ഘോഷ് ആകാം, രാംപ്രസാദ് ബിസ്മിൽ ആകാം, ബങ്കിം ചന്ദ്രൻ മുതൽ ആരംഭിക്കുന്ന ദേശീയ ഭാവനയുടെ പല പല രൂപങ്ങളാവാം. ഇവിടെയൊക്കെ തന്നെ മതത്തിന്റെ യുക്തിക്കടുത്താണ്. ഈ ഘട്ടത്തിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിലൂടെ ആധുനികതയിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുകയും ദേശീയ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്ന ഈ മുന്നേറ്റം അടിസ്ഥാനപരമായ ഒരു ഹൈന്ദവ ആശയമാണ് എന്ന ഒരു ധാരണ ഇന്ത്യൻ ദേശീയതയിൽ പടർന്നു പിടിക്കുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് 915 ജനുവരി 9 ഗാന്ധി ബോംബെയിൽ കപ്പലിറങ്ങുന്നത്. ഗാന്ധി ബോംബെയിൽ കപ്പലിറങ്ങിയതിന് ശേഷം അദ്ദേഹം 3-4 കൊല്ലക്കാലം ഇന്ത്യ നടന്നു കാണുകയും ഇന്ത്യയിൽ അദ്ദേഹം 917 സവിശേഷമായ ഒരു സമരത്തിന് ആദ്യമായി തുടക്കം കുറിക്കുകയും ചെയ്തു. അത് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ മുദ്രാവാക്യം ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആകമാനമുള്ള ഒരു ഓഫ്ഷൂട്ട് എന്നതിനപ്പുറം സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ സവിശേഷമായ ചില ദിശാ വ്യതിയാനങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ അടിപ്പടവിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. 917 ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധി ഉന്നയിച്ച അടിസ്ഥാന മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതായിരുന്നില്ല, മറിച്ച് കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നതായിരുന്നു. കർഷകർ എന്ന് പറയുന്ന ഒരു പുതിയ സാമൂഹ്യ വിഭാഗം ദേശീയ ഭാവനയുടെ കേന്ദ്രത്തിലേക്കും ഒരു സോഷ്യൽ ഏജൻസി എന്ന നിലയിലും ആദ്യമായി ചുവടുവെക്കുന്ന ഒന്നാമത്തെ സന്ദർഭം അതാണ്. അതോടെ ജാതി കൊണ്ടോ മതം കൊണ്ടോ മധ്യകാല മതാത്മകത കൊണ്ടോ നാടുവാഴിത്തത്തിന്റെ അവശിഷ്ടാധികാരങ്ങൾ കൊണ്ടോ ഒക്കെ നിർണയിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് കുറുകെ സഞ്ചരിക്കാവുന്ന സാമൂഹികമായ നിർവാഹക ശക്തികൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഉയർന്നു വരാൻ തുടങ്ങി. അത് കർഷകരായി, തൊഴിലാളികളായി, യുവാക്കളായി, വിദ്യാർത്ഥികളായി. അങ്ങനെ ദേശീയതയുടെ പുതിയൊരു പ്രകാരം 920കളോടെ രൂപപ്പെടുകയും ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ട് കൊണ്ട് ദേശീയത എന്ന ആശയത്തെ മതത്തിന്റെ യുക്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മതനിരപേക്ഷമായി തീർന്ന ഒന്നായി ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരം രൂപാന്തരപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. തിലകൻ നയിച്ച ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ വെറുമൊരു തുടർച്ചയല്ല 920 മുതലുള്ള 1/4 നൂറ്റാണ്ടിലെ ദേശീയ പ്രസ്ഥാനം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിന്ന് ഉറപ്പിച്ചു പറയണം.
കാരണം തിലകനായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവായി തുടർന്നിരുന്നതെങ്കിൽ സഹജമായി തിലകന് ശേഷം ഇന്ത്യൻ ദേശീയതയുടെ സമുന്നത നേതാവാകുമായിരുന്ന ഒരാള് ഇന്ന് ഉയർത്തിക്കാണിക്കപ്പെടുന്ന സവർക്കറാണ്. ഈ സവർക്കറിൽ നിന്ന് ഇന്ത്യൻ ദേശീയതയെ വഴിതിരിച്ചു വിട്ടു എന്നിടത്താണ് വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹിമ മുഴുവൻ അടങ്ങിയിട്ടുള്ളത്. ആ വഴിതിരിച്ചു വിടലിന്റെ കേന്ദ്രമായി മാറി എന്നതാണ് ഗാന്ധി ചെയ്ത പരമപ്രധാനമായ കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതോടെയാണ് മതനിരപേക്ഷത എന്നത്, സാമൂഹ്യ നീതി എന്നത്, ജനാധിപത്യം എന്നത്, അല്ലെങ്കിൽ സമത്വം എന്നത് ഒക്കെ നമ്മുടെ സാമൂഹിക ഭാവനയുടെ ആധാരശിലകളായി പതിയെ പതിയെ വികസിക്കാൻ തുടങ്ങിയത്. ഈ വികാസ പ്രക്രിയയുടെ ഉച്ചസ്ഥാനത്താണ് സംശയരഹിതമായും നമ്മുടെ ഭരണഘടന 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 വരെ നീണ്ടു നിൽക്കുന്ന 3 വർഷത്തിന് 2 ആഴ്ച മാത്രം കുറവുള്ള ദീർഘമായൊരു കാലയളവിൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി സമ്മേളിച്ച് അത് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ചരിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത്യസാധാരണമായ ഒന്നാണ്. അത് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി സാധുവാണോ എന്നതിനെ കുറിച്ച് തന്നെ അക്കാലത്ത് വലിയ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. കാരണം ഭരണഘടനാ അസംബ്ലി പരിപൂർണമായ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നല്ല. 45 നടന്ന പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക നിയമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയച്ചു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടതും ഒക്കെയായ ആളുകൾ ചേർന്ന ഒരു 389 അംഗങ്ങളാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം, ഇന്ത്യൻ ജനസംഖ്യയിലെ 13 മുതൽ 14% വരെ ആളുകൾ മാത്രമാണ് പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിരുന്നത്. ഇതൊരു വലിയ ചോദ്യമായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്ന ഒരു സംവിധാനത്തിൽ വോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ 1/6 താഴെയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ അസംബ്ലിയിൽ വരുന്നത് ന്യായമാണോ എന്ന ചോദ്യം അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ചോദ്യം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചത് സോഷ്യലിസ്റ്റുകളാണ്. സോഷ്യലിസ്റ്റുകൾ ഭരണഘടനാ അസംബ്ലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ആചാര്യ നരേന്ദ്രദേവും, അച്യുത് പട്വർദ്ധനും, ജയപ്രകാശ് നാരായണനും, രാമമനോഹർ ലോഹിയും അടക്കമുള്ള ആളുകൾ അങ്ങനെ ഈ അസംബ്ലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ക്യാബിനറ്റ് മിഷന് ശേഷം സമ്പൂർണമായ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സ്ഥാപിച്ച് അതിലൂടെ ഭരണഘടന ഉണ്ടാക്കുക, അതിനുശേഷം സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് നീങ്ങുക എന്നത് അന്നത്തെ നിലയിൽ പ്രായോഗികമല്ല എന്ന് കണ്ടതുകൊണ്ട് വാസ്തവത്തിൽ ഈ പ്രവിശ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചവർ ചേർന്ന് തെരഞ്ഞെടുക്കുന്നതും നോമിനേറ്റ് ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് 1946 ഡിസംബർ 6 നിലവിൽ വരുന്നതും 9-ാം തീയതി ആദ്യമായി യോഗം ചേരുകയും ചെയ്യുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ നിലയിൽ വളരെ പ്രാധാന്യമുള്ള കാര്യം, ഇങ്ങനെ നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പിന്നീട് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് 2ആയി മാറി. പാകിസ്ഥാനിലേക്ക് കുറേയേറെ അംഗങ്ങൾ പോയി. മുസ്ലിം ലീഗ് ഇതിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മുസ്ലിം ലീഗിലെ അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന സ്ഥിതി വന്നു. 389 നിന്ന് 300-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സമ്മേളിക്കുമ്പോൾ ചേരുന്നത്. ആദ്യത്തെ പ്രസംഗത്തിൽ അധ്യക്ഷനായിരുന്ന രാജേന്ദ്രപ്രസാദ് പറയുന്ന ഒരു വാക്യം ഇന്ന് ഓർക്കേണ്ടതാണ്. രാജേന്ദ്രപ്രസാദ് പറഞ്ഞത്, ഈ അസംബ്ലിയിൽ പങ്കെടുക്കേണ്ടവരായ ഒരുപാട് പേർ ഇന്നിതിൽ പങ്കെടുക്കുന്നില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചിരിക്കുന്നു. രാജേന്ദ്രപ്രസാദ് പറയുന്ന കാര്യം, അത് നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. അവർ പങ്കെടുക്കുമായിരുന്നെങ്കിൽ അവരുന്നയിക്കുമായിരുന്ന വിയോജിപ്പുകൾ കൂടി നാം ഉന്നയിക്കണം. ആ വിയോജിപ്പുകൾ കൂടി ഉന്നയിച്ച് അതുകൂടി പരിഗണിച്ച് അതിലൂടെ ഉയർന്നു വരാവുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളെ കൂടി നമ്മുടെ ആലോചനയിൽ ഉൾപ്പെടുത്തി ഈ ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നാം മുമ്പോട്ട് പോകണം എന്ന് ആദ്യത്തെ സമ്മേളനത്തിൽ രാജേന്ദ്രപ്രസാദ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, എത്ര വിപുലമായ ഒരു ജനാധിപത്യ സാഹോദര്യ ഭാവനയുടെ അടിപ്പടവ് വാസ്തവത്തിൽ ആ ഭരണഘടനാ അസംബ്ലിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ. കിഴക്കൻ ബംഗാളും പാകിസ്ഥാനും വിടപറഞ്ഞു പോയതോടെ, വിഭജനത്തെ തുടർന്ന് വിടപറഞ്ഞു പോയതോടെ കിഴക്കൻ ബംഗാളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്ന അംബേദ്കർ ഭരണഘടനാ അസംബ്ലി അംഗമല്ല ഉണ്ടായി. അന്ന് കോൺഗ്രസിന്റെയും ഗാന്ധിയുടെയും ഏറ്റവും നിശിതമായ വിമർശനം ഉയർത്തിക്കൊണ്ടേയിരുന്ന ഒരാളായിരുന്നു അംബേദ്കർ.
എങ്കിലും അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ അനിവാര്യമാണ് എന്ന് കണ്ട് അദ്ദേഹത്തെ ബോംബെയിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഭരണഘടനാ അസംബ്ലി അംഗമാക്കുകയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ പറയുന്ന രൂപത്തിലേക്ക് ഉണ്ടായി വന്നത്. ഞാൻ പറയുന്നത് ഇത് സവിശേഷമായ ഒരു ഉൾക്കൊള്ളലിന്റെ ചരിത്രത്തിൽ നിന്നുണ്ടായി വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മുദ്രാവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇന്ത്യയിലെ സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും സാധാരണ മനുഷ്യരുടെയും അവകാശാധികാരങ്ങളെ പ്രതിനിധീകരിച്ച മുദ്രാവാക്യമായിരുന്നു ഇൻകുലാബ് സിന്ദാബാദ് എന്നത്. മറ്റൊന്ന് ജയ് ഹിന്ദ് എന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യ വിജയിക്കട്ടെ എന്ന അർത്ഥത്തിൽ ചെമ്പകരാമൻ പിള്ള ഉയർത്തിയതും സുഭാഷ് ചന്ദ്രബോസ് ഏറ്റവും സമുന്നതമായ നിലയിൽ അദ്ദേഹത്തിന്റെ INA പ്രധാന മുദ്രാവാക്യമാക്കി മാറ്റിയതുമായ മറ്റൊരു മുദ്രാവാക്യമാണ്. ഈ രണ്ട് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ അതിന്റെ ചരിത്രം മുഴുവൻ വിശദമായിട്ട് പറയല്ല. നേരത്തെ കൂടി ഇവിടെ പറഞ്ഞു നിർത്തിയ ആ പ്രസംഗത്തിൽ 1949 നവംബർ 25 വൈകുന്നേരം ഭരണഘടനാ ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് സമാപന പ്രസംഗം അംബേദ്കർ നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഏതാണ്ട് ഈ നിലയിൽ ഒരു വാക്യം പറയുന്നുണ്ട്: Now we are entering into a system where one man, one vote and one vote, one value. ഒരാൾക്ക് ഒരു വോട്ടും എല്ലാ വോട്ടിനും തുല്യ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നാം ചുവടുവെക്കുകയാണ്. But still we are far away from creating a system where one man, one value. പക്ഷെ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിന്ന് നമ്മൾ കാതങ്ങളോളം അകലെയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ വ്യവസ്ഥയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ഓരോ വോട്ടിനും ഒരു മൂല്യവുമുള്ള ഒരു അവസ്ഥയ്ക്ക് പകരം എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യം എന്ന അവസ്ഥയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഇത്രയും പണിപ്പെട്ടുണ്ടാക്കിയ ഈ മഹാസൗധങ്ങളൊക്കെ വളരെ വൈകാതെ തകർന്നടിയും എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആ തകർന്നടിയലിന്റെ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ നാം എന്നീ വാക്കുകൾ തിരിഞ്ഞു നോക്കും. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് അംബേദ്കർ കൂട്ടിക്കൊണ്ടുവന്ന മൗലികമായ തത്വം, നിങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്തുള്ള ഒരു സങ്കീർണതയെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനത്തെ വൈസ്രോയി കൗൺസിലിൽ അംഗമായിരുന്ന ഒരാളാണ് അംബേദ്കർ. കൊളോണിയൽ ഭരണ സംവിധാനത്തിന്റെ അവസാന നടത്തിപ്പിൽ അതിന്റെ നടത്തിപ്പുകാരിൽ ഒരാളായിരുന്ന അംബേദ്കർ ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായത്, ആദ്യ മന്ത്രിസഭയിൽ നിയമകാര്യ മന്ത്രിയായത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ നിയമനിർമ്മാണങ്ങളിലൊന്ന് അവിടെ തുടങ്ങിയതാണ് ഹിന്ദു കോഡ് ബില്ല്. എന്തുകൊണ്ടാണ് കൊളോണിയൽ ഭരണ സംവിധാനത്തിന്റെ നടത്തിപ്പുകാരനായി നിന്ന ഒരാൾ സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണത്തിന്റെ നടുനായകത്വം വഹിക്കുന്ന ഒരാളായി മാറിയത്? എന്തുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ നിയമകാര്യ മന്ത്രിയായി അദ്ദേഹം അസംബ്ലിയിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായത്, ആദ്യ മന്ത്രിസഭയിൽ നിയമകാര്യ മന്ത്രിയായത്? ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ നിയമനിർമ്മാണങ്ങളിലൊന്ന് അവിടെ തുടങ്ങിയത് വെറും സ്വാതന്ത്ര്യമല്ല, ബ്രിട്ടനിൽ നിന്നുള്ള വിടുതിയല്ല, അവസാനത്തെ മനുഷ്യരും സ്വാധികാരത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തെയാണ് ഗാന്ധി സ്വരാജ് എന്ന് വിളിച്ചത്. അദ്ദേഹത്തോട് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ദിവസത്തിൽ 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധി ബേലിയാഘട്ടിലാണ്, കൽക്കട്ടയ്ക്ക് അപ്പുറം ബേലിയാഘട്ടിലെ ഹൈദരി മൻസിൽ എന്ന് പറയുന്ന ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടിനകത്താണ് അദ്ദേഹം അന്ന് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ ലളിതമായ ഒരു വാക്യത്തിൽ പറഞ്ഞ മറുപടിയാണ് വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. അവസാനത്തെ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊപ്പലാണ് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടല്ലോ, ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ച സമയത്ത് അതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയുള്ള തർക്കം അക്കാലത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിൽ തർക്കം ഉയർന്നു വന്ന സമയത്ത് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഒരാളായ കോൺഗ്രസിലെ ദളിത് നേതാക്കളിൽ പ്രധാനിയായ ജഗജീവൻ റാം ഗാന്ധിയെ കാണാൻ ചെല്ലുന്നു. ഗാന്ധിയോട് ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ജഗജീവൻ റാം ചോദിക്കുന്ന സമയത്താണ് ഇതിനെ ഒരു സത്യാന്വേഷണ പരീക്ഷണം കൂടിയായി കാണണമെന്നും പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറയുന്നതാണ് പിന്നീട് പലപാട് അദ്ദേഹം ആവർത്തിച്ച ഒരു പ്രധാന വാക്യം: നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഉരകല്ല് തരാം. ഐ വിൽ ഗിവ് യു എ ടാലിസ്മാൻ. തിങ്ക് ഓഫ് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ യു ഹാവ് എവർ സീൻ. നിങ്ങൾ കണ്ട ഏറ്റവും ദരിദ്രനായ ഒരാളെ മനസ്സിൽ കാണണം. അയാളെ മനസ്സിൽ കണ്ട് അയാൾക്ക് ഗുണകരമാകുമോ എന്ന് ആലോചിച്ച് നിയമനിർമ്മാണത്തിൽ ഏർപ്പെടണം.
ഇതൊരു സത്യാന്വേഷണമായിട്ട് കാണണം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ രൂപപ്പെട്ടു വന്ന വലിയ ആലോചനകളുടെ, വലിയ ഭാവനയുടെ ഒരാകത്തുകയിലാണ് വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നത്. അതല്ലാതെ ഹിന്ദുത്വ ശക്തികൾ പറയുന്നത് പോലെ കനേഡിയൻ ഭരണഘടനയിൽ നിന്നും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും പകർത്തി വെച്ച കുറെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് എന്ന് ഹൈന്ദവ വർഗീയവാദികൾ ഭരണഘടന നിലവിൽ വന്നതിന്റെ 3-ാം ദിവസം മുതൽ എഴുതി തുടങ്ങിയതാണ്. 49 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 3-ാം ദിവസം ഓർഗനൈസർ RSSന്റെ മുഖപത്രം അതിനെതിരെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ പ്രധാനമായി പറഞ്ഞത് 2 കാര്യമാണ്. ഈ ഭരണഘടന മുഴുവൻ കോപ്പിയാണ്, അത് ഭാരതീയമല്ല, പൗരാണികമായ ഇന്ത്യൻ മൂല്യങ്ങൾ ഒന്നും തന്നെ അതിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് തുടങ്ങി ഗോൾവൽക്കർ ഭരണഘടനയ്ക്കെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് വെച്ചാൽ, അതിൽ 1-ാമത്തെ ആർട്ടിക്കിൾ തന്നെ വിഭജനത്തിന്റെ വിത്താണ് എന്നാണ്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന 1-ാമത്തെ വാക്യം അത് വിഭജനത്തിന്റെ വിത്താണ് എന്നാണ് ഹിന്ദുത്വ ശക്തികൾ അന്നും ഇന്നും കരുതുന്നത്. അതുകൊണ്ടാണ് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു പാർട്ടി എന്നിങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഏകതയുടെ സ്വേച്ഛാധികാരത്തെ ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന മറയിൽ അവതരിപ്പിക്കാനുള്ള അനന്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമമായിരുന്നു വാസ്തവത്തിൽ ആദ്യത്തെ ഒരു 30 വർഷക്കാലമെങ്കിലും ഇന്ത്യൻ ദേശീയതയുടെ അടിപ്പടവിൽ ഉണ്ടായിരുന്നത്. ഒരു മതം കൊണ്ട് ഇന്ത്യയെ നിർവചിക്കുക, ആ മതത്തിന്റെ സാംസ്കാരിക യുക്തികളാണ് ഈ രാജ്യത്തിന്റെ ആകമാനമുള്ള സ്വരൂപത്തിന്റെ ആധാരം എന്ന് പറയുക. ഇതിനെതിരെയുള്ള ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പാണ് വാസ്തവത്തിൽ 20കൾ മുതൽ 1/4 നൂറ്റാണ്ട് കാലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മതനിരപേക്ഷമാക്കി മാറ്റിയത്, അത് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടേതാക്കി മാറ്റി. വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ആദ്യ വാക്യം ഈ 1/4 നൂറ്റാണ്ട് കൊണ്ടുണ്ടായതാണ്. വി ദ പീപ്പിൾ, വി ദ പീപ്പിൾ എന്നത് വാസ്തവത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിള് ചർച്ച ചെയ്യുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ഈ പ്രിയാമ്പിള് ചർച്ചയ്ക്കെടുക്കുമ്പോൾ HV കാമത്ത് എന്ന പേരായിട്ടുള്ള ഭരണഘടനാ അസംബ്ലി അംഗങ്ങളിൽ ഒരാൾ അതിന് ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹം നിർദ്ദേശിച്ച ഭേദഗതി അങ്ങനെ വി ദ പീപ്പിൾ എന്നല്ല ആരംഭിക്കേണ്ടത്, അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. നമ്മൾ ആരംഭിക്കേണ്ടത് യൂറോപ്യൻ ഭരണഘടനകളിൽ പലയിടത്തും കാണുന്നത് പോലെ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് ആരംഭിക്കണം എന്നാണ്. ആ ഭേദഗതി രാജേന്ദ്രപ്രസാദ് അപ്പോൾ തന്നെ അത് നിരസിക്കുന്നുണ്ട്. രാജേന്ദ്രപ്രസാദ് പറഞ്ഞു, നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റ് ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തുടങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് അത് സാധ്യമല്ല, താങ്കൾ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാമത്ത് അത് പിൻവലിച്ചില്ല. പൂർണിമ ബാനർജി എന്ന് പറയുന്ന ബംഗാളിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗം, അവർ കൗതുകമുള്ള ഒരു പരിഹാരം നിർദ്ദേശം കൂടി വെച്ച് അവർ പറഞ്ഞത്, താങ്കൾ ദയവായിട്ട് ഇത് പിൻവലിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ ഒട്ടിനിടേണ്ടി വരും. ദൈവം വേണം വേണ്ടെന്നാണല്ലോ. കാമത്ത് പിൻവലിച്ചില്ല. അവസാനം ഒട്ടിനിട്ടു. 42 വോട്ട് ദൈവത്തിനും 63 വോട്ടോ മറ്റോ നാട്ടുകാർക്കും കിട്ടി. അങ്ങനെ ദൈവത്തെ ഒട്ടിനിട്ട് പരാജയപ്പെടുത്തിയാണ് ഈ വി ദ പീപ്പിൾ ആയത്. ദൈവത്തെ പോലും പരാജയപ്പെടുത്തി ഉണ്ടാക്കിയ വി ദ പീപ്പിൾ ആണ്. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് വെറുതെ ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്താണ് ഇന്ത്യ എന്ന ഒരു വലിയ സങ്കല്പത്തെയാണ് വി ദ പീപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ ഉള്ളിലുടനീളം 1-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വെറും സാങ്കേതിക കാര്യമല്ല. ഇന്ത്യ എന്നത് ഏകാത്മകമല്ല, ഇന്ത്യ ബഹുത്വമുള്ളതാണ്, ബഹുസ്വരമാണ്. ഇന്ത്യ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുന്നത് എന്താണ്? നമ്മുടെ പൊളിറ്റിക്കൽ വില്ലാണ്, നമ്മുടെ രാഷ്ട്രീയ ഇച്ഛയാണ്. സാമ്രാജ്യാധികാരത്തിനെതിരെ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയമായ ഐക്യമാണ് ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം. അതല്ലാതെ 5000 കൊല്ലമായി നിലനിൽക്കുന്ന ചിരപുരാതനമായ ഭാരതീയത എന്നൊക്കെ പറയുന്ന വിടുവായത്തങ്ങളേ അല്ല. അതൊന്നുമല്ല, മറിച്ച് പൊളിറ്റിക്കൽ വില്ലാണ്. ഈ പൊളിറ്റിക്കൽ വില്ലിനെ ഇന്ത്യയിലെ ഈ വൈരുദ്ധ്യങ്ങൾക്കും നടുവിലൂടെ നെയ്തെടുത്തു എന്നതാണ് വാസ്തവത്തിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വികസിച്ചു വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മഹിമയുറ്റ സംഭാവന. ഞാനിത് ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹം ഒറ്റക്കൊരാൾ ചെയ്തു എന്നല്ല, നിശ്ചയമായിട്ടും അദ്ദേഹം ഒറ്റക്കൊരാളല്ല. അദ്ദേഹത്തെ എതിർത്തവരും പക്ഷേ ഈ തുന്നിച്ചേർക്കലിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ എതിർത്തവർ കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, അല്ലെങ്കിൽ നാനാതരത്തിൽപ്പെട്ട കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഭിന്ന വീക്ഷണങ്ങളുള്ളവർ, ഇതെല്ലാം ഗാന്ധിക്കെതിരുണ്ട്. പക്ഷെ അപ്പോഴും മതത്തിനും ജാതിക്കും സംസ്കാരത്തിനും ഭാഷയ്ക്കും വേർപിരിക്കാനാവാത്ത ഒരു മാനുഷികമായ ഏകതാബോധത്തിന്റെ ഒരു വലിയ അന്തരീക്ഷം ഇന്ത്യൻ ദേശീയതയുടെ ഉള്ളടക്കത്തിൽ രൂപപ്പെടുത്തുന്നതിൽ ഗാന്ധി വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അക്കാലം വരെ രൂപപ്പെട്ടു വന്ന ഭരണഘടനാ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
നമ്മുടെ ഭരണഘടന 46 ഡിസംബർ 9 ആരംഭിക്കുന്ന ചർച്ചയൊന്നുമല്ല. 1895 100 ആർട്ടിക്കിളുള്ള സ്വരാജ് ബില്ല് വരുന്നുണ്ട്. അതാരാണ് എഴുതി തയ്യാറാക്കിയത് എന്നത് വ്യക്തമല്ല. പക്ഷേ തിലകനാണെന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്, അനി ബസന്റ് ആണെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ 100 ആർട്ടിക്കിളുള്ള സ്വരാജ് ബില്ല് മുതല് 924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി അസോസിയേഷൻ അവരുടേതായ ഒരു ഭരണഘടനാ സങ്കല്പം കൊണ്ടുവരുന്നുണ്ട്. 27 നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തിന്റെ സന്ദർഭത്തിൽ മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു ഒക്കെ ചേർന്നുണ്ടാക്കുന്ന നെഹ്റു റിപ്പോർട്ട് ഉണ്ട്. 934 MN റോയ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. 44 അദ്ദേഹം തന്നെ ഒരു ഭരണഘടന സ്വന്തം നിലയ്ക്ക് എഴുതി തയ്യാറാക്കുന്നുണ്ട്. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം ഒരുങ്ങിയ സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. 46 ഗാന്ധിയുടെ അനുയായിയായ നാരായണ അഗർവാൾ എന്ന പേരായ ഒരാള് ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഭരണഘടനാ രൂപം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ എത്രയോ പടവുകൾ പിന്നിട്ടാണ് വാസ്തവത്തിൽ നാം ഇന്ന് കാണുന്ന ഭരണഘടനയിലേക്ക് ഇത് എത്തിച്ചേർന്നത്. അങ്ങനെ എത്തിച്ചേർന്ന സമയത്ത് നാം എന്തിനെ പുറന്തള്ളി, എന്തിനെ ഏറ്റെടുത്തു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാം പുറന്തള്ളിയത് മതാത്മകമായ, ഏകാത്മകമായ രാഷ്ട്രസങ്കല്പത്തെയാണ്. മതത്തെ മുൻനിർത്തുന്ന ഒരു ദേശീയ ഭാവനയെ, യൂണിറ്ററിയായ ഏകാത്മകമായ ഒരു സ്റ്റേറ്റ് എന്ന സങ്കല്പത്തെ നാം സമ്പൂർണമായി തിരസ്കരിച്ചു. മതനിരപേക്ഷമായ, ബഹുത്വത്തിൽ അധിഷ്ഠിതമായ, വൈവിധ്യങ്ങൾ വേരോടി പടർന്നു നിൽക്കുന്ന, ആ വൈവിധ്യങ്ങൾക്കിടയ്ക്ക് ജീവിതം കൊണ്ട് കൂട്ടിയിണക്കിയെടുത്ത ഒരു ഏകതാബോധത്തെയാണ് രാഷ്ട്രം എന്ന നിലയിൽ നാം ഭാവന ചെയ്തത്. ആ ഭാവനയുടെ കേന്ദ്രത്തിലേക്ക് ഇന്ത്യൻ ഭരണഘടന ചേർത്ത് വെച്ച 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ലിബർട്ടി എന്നതിനെ അദ്ദേഹം ഇക്വാലിറ്റിയോടും ഫ്രറ്റേണിറ്റിയോടും ചേർത്ത് വെച്ചു എന്നത്. കേവലമായ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കരഗതമാകില്ല. സ്വാതന്ത്ര്യം എന്നതൊരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അതൊരു ജനതയുടെ ധാർമ്മിക ബോധ്യത്തിന്റെ ഭാഗമായി മാറണം. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് അദ്ദേഹം പിന്നീട് അംബേദ്കർ ധാരാളമായി ജോർജ് ഗ്രോട്ടിനെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിന്റെ കീഴ്പ്പടവ് വരെ അടിസ്ഥാനപരമായ ഭരണഘടനാ മൂല്യങ്ങൾ, സമത്വം, സാഹോദര്യം, സാമൂഹിക നീതി, സ്ഥിതി സമത്വം തുടങ്ങിയ മൂല്യങ്ങൾ വേരുപിടിച്ച് നിൽക്കണം. അങ്ങനെ വേരുപിടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ഒരു സമൂഹത്തിൽ ഭരണഘടന നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് ലിബർട്ടി എന്നത് ഇക്വാലിറ്റി എന്നത് ലിബർട്ടിയോടും ചേർന്നേ നിലനിൽക്കൂ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവയെ നിലനിർത്താൻ കഴിയില്ല എന്ന കാര്യം വാസ്തവത്തിൽ അംബേദ്കർ വളരെ ഖണ്ഡിതമായി പലപാടെടുത്ത് പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വാക്യം ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. വാട്ട് സസ്റ്റെയിൻസ് ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഈസ് ഫെല്ലോ ഫീയിങ്, വാട്ട് ദ ഫ്രഞ്ച് റവല്യൂഷൻ കോൾഡ് ഫ്രറ്റേണിറ്റി. The word fraternity is not an adequate expression. The proper term is what the Buddha called Maitri. It is wider than love. It means fellowship not merely with human beings. Is not such Maitri necessary? What else can give to all living beings the same happiness which one seeks for oneself? To keep the mind impartial, open to all, with affection for everyone and hatred for none. ഭരണഘടനാ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഫാഷിസത്തിനെതിരായ സമരത്തിന്റെ കേന്ദ്രം നിങ്ങളുടെ താർക്കിക ബലമോ നിങ്ങളുടെ ചർച്ച ചെയ്ത് പരാജയപ്പെടുത്താനുള്ള മികവോ ഒന്നുമല്ല. ഫാഷിസത്തിനെതിരായ സമരത്തിന്റെ കേന്ദ്രബലം സംശയരഹിതമായും മനുഷ്യരിൽ നിലീനമായ സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്ന് കുമാരനാശാൻ കവിതയിൽ പറയുമല്ലോ, സ്നേഹം താൻ ശക്തി ജഗത്തിൽ എന്നത്. അത് ചെറിയൊരു കാര്യമല്ല, ഒരു അലങ്കാര വാക്യമല്ല. കാരണം മനുഷ്യർക്കിടയിലെ ഭിന്നതകൾക്ക് അപ്പുറത്തേക്ക് മാനുഷികമായ സാഹോദര്യത്തിന്റെ വിപുലമായ ഒരു മൂല്യത്തെ ഒരു ജനതയുടെ അടിപ്പടവിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയണമെന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കാതലായ ആശയങ്ങളിലൊന്നാണ്. 946 ഡിസംബർ 13 നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്. 9 തുടങ്ങിയ ഭരണഘടനാ അസംബ്ലി 4 ദിവസം പിന്നിടുമ്പോൾ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്. ആ ലക്ഷ്യപ്രമേയം ഏതാണ്ട് ചെറിയ ഭേദഗതികളോടെയാണ് നമ്മുടെ പ്രിയാമ്പിളായിട്ട് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ലക്ഷ്യപ്രമേയത്തിൽ ഇല്ലാത്തതും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലും ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു വാക്യം നമ്മുടെ പ്രിയാമ്പിളിലുണ്ട്. അത് ഫ്രറ്റേണിറ്റിയെ കുറിച്ചുള്ള ഒരു ആശയമാണ്. അത് അംബേദ്കർ ചേർത്തതാണ്.
Fraternity, assuring the dignity of the individual and integrity and unity of the nation. എന്താണ് സാഹോദര്യം? വ്യക്തിയുടെ അന്തസ്സ്, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഇത് ഉറപ്പുവരുത്തുന്ന അടിസ്ഥാന മൂല്യമാണ്. ആചാര്യ കൃപലാനി പിന്നീട് ഈ പ്രമേയം, ഈ ഫ്രറ്റേണിറ്റി എന്ന വാക്കിനെ മുൻനിർത്തി അംബേദ്കറോട് പറയുന്നുണ്ട് ഇത് ചേർത്തതോടെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, നമ്മുടെ ഭരണഘടന തന്നെ ഒരു നിയമപ്രമാണത്തിൽ നിന്ന് എത്രയോ സമുന്നതമായ ഒരു ധാർമ്മിക തത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയം. കാരണം സാഹോദര്യം എന്നതിലാണ് എന്റെ സ്വാതന്ത്ര്യബോധം സമൂഹത്തിന്റെ സമത്വത്തിനെതിരാവരുതെന്ന്, സമൂഹത്തിന്റെ സമത്വ ഭാവന വ്യക്തികളുടെ ഇച്ഛയെ അടിച്ചമർത്തുന്നതാവരുതെന്ന്, ഒരു സമൂഹം സ്വയം ഉൾക്കൊള്ളുന്നത് എനിക്ക് തുല്യമായ ജീവിതാവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതുന്ന ആന്തരികമായ ഒരു ധാർമ്മിക ബലം കൈവരുമ്പോഴാണ്. ആ ധാർമ്മിക ബലത്തെയാണ് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ജനാധിപത്യ സങ്കല്പത്തിന്റെ ആധാരമാക്കിയത്. ഈ ജനാധിപത്യവും അതിൻ്റെ ധാർമ്മിക ആധാരങ്ങളും അത് മുമ്പോട്ട് വെച്ച സമത്വഭാവനയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സാമൂഹിക ജനാധിപത്യം എന്ന വിശാല സങ്കല്പവും ഒക്കെ പടിപടിയായി ചോർന്നു പോവുകയും പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് പകരം വയ്ക്കാമെന്ന ഫാഷിസ്റ്റ് തന്ത്രം ഇന്ത്യയിൽ ഫലപ്രദമായി ജനാധിപത്യത്തിന്റെ മറപറ്റി നടപ്പിലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികത്തിലേക്ക് നാം ചുവടുവെക്കുന്നത്. അംബേദ്കർ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യം നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നതാണ്. ആ റീപ്ലേസ്മെന്റിന്റെ ഉച്ചസ്ഥായിയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. യുപിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 80 പാർലമെന്റ് അംഗങ്ങളിൽ യുപിയിലെ ജനസംഖ്യയിലെ 20% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളുമില്ല. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വരും. ഒരാൾ പോലും ഇല്ല. നിങ്ങളൊരു നേരത്തെ ഗോപിയുടെ പറഞ്ഞല്ലോ, മുഴുവൻ മുസ്ലിങ്ങളെയും ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് 25-30 കോടി മനുഷ്യരുണ്ട്. അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കണമെന്ന് പറയാൻ ഒരാൾക്കും മടിയില്ലാതാവുന്ന, അത് എത്രയും സ്വാഭാവികമായി തീരുന്ന ഒരു രാജ്യമായി ഇത് മാറി. നിങ്ങളുടെ വീട്ടിൽ പശുമാംസം ഉണ്ടെന്നുള്ളത് നിങ്ങളെ കൊല്ലാനുള്ള ഒരു അവകാശമാണ് എന്ന് കരുതുന്ന ഒരു രാജ്യമായിട്ട് ഇത് മാറി. ജനുവരി 30 ഗാന്ധിയുടെ കോലമുണ്ടാക്കി അതിൽ നിറയൊഴിച്ചിട്ട് ചോര പടരുന്ന സമയത്ത് ഗോഡ്സേക്ക് സിന്ദാബാദ് വിളിക്കാൻ തയ്യാറായ ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള നാടായിട്ട് ഇത് മാറി. അങ്ങനെ മാറുന്ന സമയത്ത് നാം ഈ ആശയത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. വി ദ പീപ്പിൾ എന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് ഒരു മതത്തിന്റെ അല്ല, ഒരു ഭാഷയുടെ അല്ല, ഒരു ദേശത്തിന്റെയാണ്, ആ ദേശത്തിലെ മുഴുവൻ ജനങ്ങളുടേതുമാണ് എന്ന് പിന്നെയും പറയാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഗോപി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഭരണഘടന അന്തിമമായ സത്യപ്രസ്താവന ആയതുകൊണ്ടൊന്നുമല്ല. അംബേദ്കർ തന്നെ 1953 സെപ്റ്റംബറിൽ രാജ്യസഭയിൽ നടത്തുന്ന പ്രസംഗത്തിൽ ഈ ഭരണഘടന കത്തിച്ചു കളയേണ്ടതാണെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. അത് കുറച്ച് ആലങ്കാരികതയൊക്കെ ഉണ്ടാവും. വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അമെൻമെന്റുകൾ എത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച 2 മൗലിക മൂല്യങ്ങളുണ്ട്. അതൊന്ന്, ഇന്ത്യ ഒരു മതനിരപേക്ഷ സമൂഹമാണ് എന്നതാണ്. അത് ബഹുത്വത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ്. അതിന്റെ സഹജമായ ജനാധിപത്യം നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ കൊണ്ടോ രാഷ്ട്രീയ ഭൂരിപക്ഷം കൊണ്ടോ അല്ല, മറിച്ച് സാമൂഹിക നീതിയെ മുൻനിർത്തിയാണ് എന്നതാണ്. ഈ 3 മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധികളിലായി നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് നാം ഭരണഘടനയിലേക്ക് ഇപ്പൊ വീണ്ടും തിരിഞ്ഞു നോക്കുന്നത്. ഒരുപക്ഷെ ഈ തിരിഞ്ഞു നോട്ടം എന്നത് വക്രബെഞ്ചമിൻ പണ്ട് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, ആപത്തിന്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്നൊരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം എന്നത്. അങ്ങനെ ഒരു കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമം കൂടിയാണ് വാസ്തവത്തിൽ ഈ ഓർമ്മ എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം.